ശ്രീ എം പ്രകാശ് മാസ്റ്റർ, CPM-ൽ നിന്ന് കോൺഗ്രസ് ചില പാഠങ്ങളെങ്കിലും പഠിക്കുകയോ അല്ലെങ്കിൽ ഏറ്റെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. വി ജോയ്, MV ജയരാജൻ, അതുപോലെ കാസർകോട്ടെ ബാലകൃഷ്ണ മാസ്റ്റർ, അവർക്കൊക്കെ തന്നെയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ എത്താൻ കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ VN വാസവൻ അടക്കമുള്ള KN ബാലഗോപാൽ അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാർക്ക് പദവി തിരികെ നൽകിയപ്പോൾ താങ്കളുടെ ഹോം ഡിസ്ട്രിക്റ്റായിട്ട് കണ്ണൂരിൽ P ജയരാജന് പദവി തിരികെ ലഭിച്ചിട്ടില്ല. സമാനമായ അനുഭവം ഇപ്പോൾ K സുധാകരൻ ഉണ്ടാവുകയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും സംഘടനാപരമായ കാര്യങ്ങളിൽ ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള എല്ലാ സ്ഥാനങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നവയാണ്. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ PB അംഗങ്ങളും ജനറൽ സെക്രട്ടറിയും വരെ. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ അവകാശപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക? എത്ര വർഷങ്ങൾ തെരഞ്ഞെടുപ്പേ ഇല്ലാതെ ഏറ്റവും താഴെയുള്ള ബൂത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടെ മേലെ നിന്ന് കെട്ടിയിറക്കിയ പാരമ്പര്യമല്ലേ കോൺഗ്രസ്സിനുള്ളത്? അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃമാറ്റം എത്രയോ വർഷങ്ങളായിട്ട് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ചിലരെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് എത്ര കാലമായി കേരളത്തിൽ നടക്കുന്നു. കരുണാകരനുമായി ബന്ധപ്പെട്ട് നമ്മളെ കാര്യം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നമ്മളെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ചില നേതാക്കന്മാർ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു നില സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുമ്പോൾ അവർക്ക് പകരമായിട്ട് താൽക്കാലിക സെക്രട്ടറിമാരായിട്ട് വന്നിരിക്കുന്നത് കൃത്യമായ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ്. അവരെ ആക്ടിംഗ് സെക്രട്ടറിമാരായിട്ടാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം പാർട്ടി തന്നെ പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ നടപടി ആകെ തന്നെ നേരത്തെ ഈ അതെ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആക്ടിംഗ് പ്രസിഡന്റ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സുധാകരനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് വളരെ അടുത്ത നിലയിലായിരുന്നു KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവും. പക്ഷേ അവർ തമ്മിൽ എത്ര തവണയാണ് പരസ്യമാതിലൊക്കെ വർത്തമാനം പറയുന്ന കാര്യം നമ്മൾ കണ്ടത്. പണത്തിൻ്റെ പേരിൽ, മൈക്കിൻ്റെ പേരിൽ, എന്തിന് ഒരു സഹപ്രവർത്തകരെ ഒരു കാരണവശാലും വിളിച്ചുകൂടാത്ത ഒരു വാക്ക് ഉപയോഗിച്ചുകൊടുത്ത് വിളിക്കുന്നതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം നന്നേ അകന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ അഖിലേന്ത്യാ നേതൃത്വവുമായിട്ട് ഉള്ള ബന്ധം അതും ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ വേണുഗോപാൽ ഇക്കാര്യത്തിൽ ഒരു പങ്ക് വഹിച്ചതായിട്ടാണല്ലോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറയാൻ പാകത്തിൽ കാര്യങ്ങൾ പന്തിയല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. പ്രാഥമികമായി